അവിടെ ഒരു സാധനം വേണം. ഇങ്ങനെ അത് ഞങ്ങൾ രണ്ടും മാത്രമാണ് എടുക്കുന്നത്. നീ ഇങ്ങോട്ട് മാറിയിരിക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 5 ഇഞ്ചിൻ്റെ സ്ക്രീനിൽ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത. നമ്മൾ ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് ഒരു സിനിമയിൽ അവസരം കിട്ടിയിരുന്നു. ആമീർ പള്ളിക്കൽ ഐഷ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, മഞ്ജു വാര്യരെ, അത് സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലാണ് ഈ സിനിമ. പ്രേം പാറ്റ എന്നാണ് സിനിമയുടെ പേര്. ലവ് സ്റ്റോറിയാണ്. അതിൽ ഞാനൊരു ഗസ്റ്റ് റോളിലുണ്ട്. ആ സിനിമയുടെ ലോഞ്ചിങ് ആണ് കഴിഞ്ഞ ദിവസം നടന്നത് നമ്മുടെ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച്. വമ്പൻ പരിപാടിയായിരുന്നു. സിദ്ദിഖ്, മമത മോഹൻദാസ്, സൈജു കുറുപ്പ്, ജോമോൻ, പിന്നെ സാഫ് ബോയ്, അശ്വിൻ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അടിപൊളി. വലിയ സന്തോഷം. നമ്മളെ കുറേ കാലത്തുള്ള ഒരു സ്വപ്നവും ആഗ്രഹമൊക്കെ ആയിരുന്നു. NSS ക്യാമ്പിന്റെ പടമാണ്. NSS ക്യാമ്പില് മോട്ടിവേഷൻ സ്പീക്കറാണ്. NSS ക്യാമ്പില് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരാളായിട്ടാണ്. കുറെ NSS ക്യാമ്പിൽ ശരിക്കും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര രസമാണ്. നമ്മൾ 1 കൊടുത്താൽ 10 എടുത്തിച്ച് മാറ്റത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒരു ക്യാമ്പിൽ നമുക്ക് മാറണ്ടേ എന്ന് വെച്ചപ്പോൾ എഴുതില്ല. അപ്പോൾ പ്രിൻസിപ്പളാണ് ഞാൻ എഴുതി. അപ്പം അനുഭവിച്ചോ, അപ്പം മാറ്റത്തെ കുറിച്ച് അപ്പം നിങ്ങൾക്ക് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തും പറഞ്ഞു നല്ല മാറ്റമുണ്ട്. ഇതൊക്കെയാണ് സാധാരണ NSS ക്യാമ്പിൽ കിട്ടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ക്യാമ്പായിരിക്കും. പക്ഷേ ഇവിടെ ക്രൂവിന് മൊത്തം നിർത്തിയ ജോമൻ ടീമിനാണ് എനിക്ക് തോന്നി മോട്ടിവേഷൻ ഏൽക്കാൻ സാധ്യതയില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാവരും ആശംസിക്കുന്നു. ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്. ചെറിയൊരു സ്ക്രീനിൽ എന്നെ കണ്ട് കുറച്ച് പേർക്ക് പരിചയം ഉണ്ടാവും. ഞാൻ ഈ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പൊ അതിൻ്റെ ഒരു വലിയ സ്ക്രീനിലേക്ക് എത്തുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. താങ്ക് യു. സന്തോഷം. Thank you so much for coming. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഗസ്റ്റും ഫാമിലീസും ഫ്രണ്ട്സും. ഹലോ, ഗുരുവായൂര് ഇരിങ്ങപ്പുറം അമ്പലത്തിൻ്റെ അടുത്ത് കേച്ചേരി അല്ലേ? ആഹാ, സുഖല്ലേ? കണ്ടോ? ഓ സന്തോഷം. കേച്ചേരിയിലെ എവിടെയാ? കേച്ചേരി പട്ടിക. ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറേ കാലത്ത് ആവശ്യമുണ്ട്. എഴുതി പിടിക്കുമ്പോൾ അവിടെ ഇന്ന് പോവോ? ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും. അതെ, കാണാൻ. ഓക്കെ. മോൻ്റെ ഭയങ്കര ആരാധകനാണ്. ആഹാ, എന്നോട് വന്ന ഇന്നസെന്റിന് മോട്ടിവേഷൻ കൊണ്ട് ഒരു ഭയങ്കര ലൈഫ് ചേഞ്ച് ചെയ്ത ഒരാളാണ്. മറന്നുകയറല്ലേ? ഒരുപാട് നാളായിട്ട് കാണണം ആഗ്രഹിച്ച സന്തോഷം. നല്ല രസമാണ്. താങ്ക് യു. ഫസ്റ്റ് ടൈമാണോ? ആദ്യമായിട്ട്. ഓക്കെ, ഇതുണ്ട്. കോഴിക്കോട് പല ഹോട്ടലിൽ വെച്ച് നമ്മളെ പരിഗണിച്ചതിന് താങ്ക്സ്. ഇത്ര വലിയ സംഭവം എന്ന് പറഞ്ഞില്ല. നമസ്കാരം. സ്ഥിരം വീഡിയോ കാണണം. കൊച്ചിയിൽ ഹോട്ടലിൽ വെച്ച് കണ്ടു പരിചയപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ കോഴിക്കോട് ആരത് കുറെ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു ചെറിയ റോളുണ്ട്. സ്റ്റേജിൽ പിടിച്ച് കയറ്റി. സുഖല്ലേ? ഓൾ ഗുഡ്. അടിപൊളിയല്ലോ. ഇന്നസെന്റ് തന്നെ പേര്. അതെ, ഇതുണ്ട് അല്ലേ? ഓക്കെ, തകർക്കണം. ഭയങ്കര പരിപാടി. നമ്മളെപ്പോഴും കാണും. സൂപ്പറാ.
ഫുഡ് ഗംഭീരല്ലേ? ഉച്ചയ്ക്ക് ഒന്നുകൂടെ കൂടി ഫോർച്യൂണറിൽ വരുന്ന ടീം അതല്ലേ സ്മിറ്റിംഗ് പിന്നെ വൻതാരമല്ലേ സുഖല്ലേ ഷഹനാന് ഞാനിരിക്കുന്ന പടത്തിലൊരു പ്രോഗ്രാമിന് എന്താ വരികയാണ് അങ്ങനെ നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കും കാണാറില്ല, ഞാൻ ഫോളോ ചെയ്യാറില്ല. ബിഗ് ബോസിൽ ഉൾപ്പെടുത്തൂല, ഞാൻ അത് അത്ര ഫോളോ ചെയ്യാത്തതാണ്. മുംബൈ സായി ഇടുവരും അത് കളി നിങ്ങളെ കാത്തിരുന്നിരുന്നാണ്. വീഡിയോ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഗുരുവായൂരിന്റെ ആ സംഭവം കേൾക്കണം കേട്ടോ എന്നൊക്കെ. കേൾക്കും, ചുമ്മാ ഒരു സന്തോഷം. നിങ്ങൾ നല്ല നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു സാമ്യം എന്താണെന്ന് പറയാ, ചെറിയ കണക്ഷൻ ഉണ്ട്. ഈ ആടുജീവിതത്തിൻ്റെ ഒരു 40-50% അനുഭവിച്ച ആളാണ് ഞാൻ പോയി കിടന്നാണ് ഒരു 1.5 കൊല്ലം കുവൈത്തിൽ മരുഭൂമിയിൽ. ഈ പടം എനിക്ക് കണ്ടു തീർക്കാൻ പറ്റിയില്ല, അതായത് നോവലും മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് എൻ്റെയും കൂടി കുറച്ച് അത്രയും ഡീപ്പിലല്ലെങ്കിൽ പോലും ജീവിതം അതിലുണ്ട്. ഒരു ദിവസം ഞാൻ പറയും എല്ലായിടത്തും വീഡിയോ. അതേപോലെ ഗംഭീരാണോ? അയ്യോ, ഇദ്ദേഹം എന്നിട്ട് എന്നെ അറിയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ, എന്തായാലും സന്തോഷം. കഴിക്കും. ഓക്കെ ഫോട്ടോ എടുക്കാം മേഡം. വരും ഞങ്ങൾ രണ്ടും മാത്രമാണ് എടുക്കട്ടെ. നീ ഇങ്ങോട്ട് മാറിയിരിക്കും. ഭാര്യ വണ്ടി ഇടിക്കാൻ പോയ കഥയൊക്കെ കേൾക്കാം നമ്മൾ. ഓക്കെ ശരി. ഓടിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ ഒരു സാധനം വേണം. ഇങ്ങനെയാ അത് നല്ലൊരു സാധനം അടിച്ച് മാറ്റുക. ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പേരുണ്ട്. ആടോ ഒരു ഫോട്ടോ കിട്ടിയില്ലേ? പറയാൻ പറ്റും. അത് മറ്റേ സംഭവം അടിച്ചിട്ട് നൈസായിട്ട് ചെയ്യാം. നമുക്കൊരു ടാസ്ക് ആയില്ലേ ഇപ്പോൾ നാളേക്ക്. സൈലത്തിൻ്റെ ലിജീഷ്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുക്കുകൾ സാഹിത്യ മേഖലയിലൊക്കെ നന്നായി അറിയപ്പെടുന്ന ആളാണ്. ബുക്കുകൾ വൻ വിജയങ്ങളായിരുന്നു, ബെസ്റ്റ് സെല്ലേഴ്സ് ആയിരുന്നു. നമ്മുടെ കഞ്ചാവൊക്കെ ഞാൻ നമ്മുടെ പേജിൽ തന്നെ കഞ്ചാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥ എന്ന് പറയുമ്പോൾ കഴമ്പുള്ള തിരക്കഥയാണ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. പരിപാടി കളറായി. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളോടും കൂടിയാണ്ട് ഇറങ്ങുകയാണ്. നമ്മുടെ മുഖത്ത് ക്ലാപ്പടിക്കുന്നു. സാധാരണ നമുക്ക് ക്ലാസ്സിൽ തമാശ പറയുമ്പോൾ കുട്ടികളുടെയും ആളുകളുടെയും ജനങ്ങളുടെയും ക്ലാപ്പാണ് കിട്ടുക. ഇനി നമ്മൾ സിനിമയുടെ ക്ലാപ്പ് അടിക്കുന്നു. എന്താവും അറിയില്ല. ഞാൻ പണ്ട് അഭിനയം പഠിക്കാനൊക്കെ പോയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ സ്റ്റേജിലെ അഭിനയമൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ കാണിച്ചു കൊടുത്തു. ആ സാറിൻ്റെ അടുത്ത് എന്നെ അഭിനയം പഠിപ്പിക്കാൻ വന്ന സാറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞത് അഭിനയമല്ല, ഗോഷ്ഠിയാണെന്ന് പറഞ്ഞു. ഇനി സിനിമയിലുള്ള മീറ്റർ വ്യത്യാസമാവുമല്ലോ. എന്തായാലും അതിനെക്കുറിച്ച് പഠിക്കാം, നമ്മൾ പോയി ചെയ്യട്ടെ. ഓക്കെ, എല്ലാ പിന്തുണകളും പ്രാർത്ഥനകളും വേണം. താങ്ക് യു സോ മച്ച്.